വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി സംബന്ധമായ നമ്മുടെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എന്ന അധ്യായമാണ്. അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്ത്, കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ആദ്യം നമുക്ക് കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. കുട്ടികളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കുട്ടികളുടെ മാത്രമല്ല ഏതൊരാളുടെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളും അയാളുടെ വികസനത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഒരു ജീവിയുടെ ക്ഷേമത്തിന് വേണ്ടി തൃപ്തമാക്കേണ്ട ആന്തരിക ത്വരയാണ് ആവശ്യം. ഒരു ജീവിയുടെ ക്ഷേമത്തിന് വേണ്ടി തൃപ്തമാക്കേണ്ട ആന്തരിക ത്വര. ഒരു ആവശ്യം തൃപ്തമാക്കുമ്പോൾ, ഒരു ആവശ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ത്വരയുടെ ഫലമായി ഉണ്ടാകുന്ന അസ്വാസ്ഥ്യം ഇല്ലാതാവുകയും വ്യക്തിക്ക് വല്ലാത്ത സംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും. ഇനി ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിലോ അയാളുടെ ഉള്ളിൽ മോഹഭംഗങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആവശ്യങ്ങൾ പരമാവധി പൂർത്തീകരിക്കപ്പെടണം, തൃപ്തമാക്കപ്പെടണം. ഏതൊരു മനുഷ്യനും 2 തരം ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് പ്രാഥമികമായ ആവശ്യങ്ങൾ, 2 സെക്കൻഡറി ആവശ്യങ്ങൾ. പ്രാഥമിക ആവശ്യങ്ങളും സെക്കൻഡറി ആവശ്യങ്ങളും. ഈ പ്രാഥമിക ആവശ്യങ്ങളെ തന്നെ നമുക്ക് 2ആയിട്ട് വേർതിരിക്കാം: ശാരീരിക ആവശ്യങ്ങളും മാനസിക ആവശ്യങ്ങളും. ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹാരം നമ്മളെ ശരീരത്തിന് ആവശ്യമാണ്, പ്രാഥമികമായി ലഭിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആഹാരം. അതുപോലെ ജലം, പിന്നെ വിസർജനം, പിന്നെ വിശ്രമം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രാഥമികമായി വേണ്ടുന്ന ആവശ്യങ്ങളാണ്. അതുപോലെ മനസ്സിനും ചില പ്രാഥമികമായ ആവശ്യങ്ങളുണ്ട്. വാത്സല്യം ലഭിക്കണം, സുരക്ഷാബോധം ഉണ്ടായിരിക്കണം, അംഗീകാരം, സ്വാതന്ത്ര്യം, വിജയം, ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ടുന്ന മാനസിക ആവശ്യങ്ങളാണ്. ഇതൊക്കെ പ്രാഥമികമായ ആവശ്യങ്ങൾ തന്നെ. പ്രാഥമികമായ ആവശ്യങ്ങൾ ശാരീരികവും മാനസികവുമായ പ്രാഥമിക ആവശ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ പ്രാഥമിക ആവശ്യങ്ങളെ ജൈവാവശ്യങ്ങൾ എന്നും പറയാറുണ്ട്. ഇനി സെക്കൻഡറി ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സാഹചര്യങ്ങളും അനുഭവങ്ങളും ഉയർത്തുന്ന ചോദകങ്ങൾക്കൊത്ത് വ്യക്തിയിൽ മറ്റു പല ആവശ്യങ്ങളും ഉടലെടുക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ആവശ്യങ്ങളെയാണ് സെക്കൻഡറി ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അഥവാ സാഹചര്യങ്ങൾക്കനുസരിച്ച്, പിന്നെ ഓരോ അനുഭവങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടായി വരും. അത്തരം ആവശ്യങ്ങളെയാണ് സെക്കൻഡറി ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 2 തരം ആവശ്യങ്ങൾ: പ്രാഥമിക ആവശ്യങ്ങൾ, സെക്കൻഡറി ആവശ്യങ്ങൾ. ഒരു കുട്ടിയുടെ ആവശ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ജനന സമയത്ത് കുട്ടിക്ക് വളരെ കുറച്ച് ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരുന്നതിനനുസരിച്ച് കുട്ടിയുടെ ആവശ്യങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്യുക. പ്രായപൂർത്തിയാവുമ്പോഴേക്കും പരസ്പരം ബന്ധിതമായ ഒരുപാട് ആവശ്യങ്ങൾ ആ കുട്ടിക്കുണ്ടായിരിക്കും. ഈ ആവശ്യങ്ങളൊക്കെ മറ്റൊരു പ്രത്യേകത, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് പോഷകാഹാരം കിട്ടിയില്ല, എന്ത് സംഭവിക്കും? കുട്ടിക്ക് കായികമായ ആരോഗ്യം ഉണ്ടാവുകയില്ല. എന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കായിക ആരോഗ്യത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത്, കുട്ടിയുടെ വൈകാരികവും ബൗദ്ധികവും സാമൂഹികവും സാൻമാർഗികവുമായ വ്യവഹാരങ്ങളും ഒക്കെ തകരാറിലാകും. പോഷകാഹാരമാണ് ഇല്ലാതാവുന്നത്, പക്ഷെ അത് ഇതിനെല്ലാറ്റിനെയും ബാധിക്കും എന്നതാണ്. കേവലം കായിക ആരോഗ്യത്തെ മാത്രമല്ല അത് ബാധിക്കുക. ശാരീരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ കുട്ടിയുടെ മാനസികമായ വികസനത്തെ അത് ബാധിക്കും. ഒരു പ്രശ്നം, ഒരു ആവശ്യം നിവർത്തിക്കപ്പെട്ടാൽ മറ്റൊരു ആവശ്യവും നിവർത്തിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ്, ഈ ആവശ്യങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കുട്ടിയുടെ ആവശ്യങ്ങൾ നമുക്ക് ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ശാരീരികമായ ആവശ്യങ്ങൾ നമുക്കറിയാതെ ബയോളജിയുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. ഫിസിയോളജിക്കൽ നീഡ്സ്: വായു, ആഹാരം, ജലം, പ്രകാശം, കായിക പ്രവർത്തനം, വിശ്രമം, ഉറക്കം, ഇതൊക്കെ ബാല്യകാലത്ത് പ്രത്യേക പ്രാധാന്യമുള്ള ആവശ്യങ്ങളാണ്. കുട്ടികൾക്ക് ശുദ്ധവായുവും അതുപോലെ സമീകൃത ആഹാരവും ശുദ്ധജലവും പിന്നെ അതുപോലെ വേണ്ടത്ര വെളിച്ചവും അനുയോജ്യമായ കായിക പ്രവർത്തനങ്ങളും ആവശ്യത്തിനനുസരിച്ച് വിശ്രമവും ഉറക്കമൊക്കെ ലഭിച്ചാൽ കുട്ടികളുടെ വളർച്ചയും വികസനവും ഒക്കെ എളുപ്പത്തിൽ നടക്കും.
ഈ വായു വളരെ പ്രധാനപ്പെട്ടതാണ്. വായു വേണ്ടവത്രം ശുദ്ധമായ വായു ലഭിക്കുന്നില്ല എങ്കിൽ കുട്ടികളെ നാഡീവ്യൂഹത്തെ അത് തകരാറിലാക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. അവിടെ വായു സഞ്ചാരമുള്ള മുറികളിൽ വെച്ചാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന്. അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശപ്പ്. വിശപ്പ് കുട്ടികൾക്ക് അസ്വാസ്ഥ്യജനകമാണ്, അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. ശാരീരിക ആവശ്യങ്ങൾ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, അത് നമുക്കറിയാവുന്നതും ബയോളജി അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതുമാണ്. ഫിസിയോളജിക്കൽ നീഡ്സ്. ഇനി നമുക്ക് സൈക്കോളജിക്കൽ നീഡ്സ് അഥവാ മാനസിക ആവശ്യങ്ങൾ പരിശോധിക്കാം. ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ പരിശോധിച്ചു, സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ഇനി നോക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടി പറയുന്നു. വാത്സല്യം, സുരക്ഷാബോധം, അംഗീകാരം, സ്വാതന്ത്ര്യം, വിജയം, ഇതാണ് മാനസികമായ അടിസ്ഥാന ആവശ്യങ്ങൾ. ഇത് പൂർത്തീകരിച്ചു കൊടുക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ കുട്ടികൾക്ക് ഇത് പൂർത്തീകരിച്ചു കൊടുക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കുട്ടികളെ ഈ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ പ്രത്യേകമായി മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ പുതുതായിട്ടൊരു കാര്യം പറയുന്നത് അബ്രഹാം മാസ്ലോ എന്ന മനഃശാസ്ത്രജ്ഞന്റെ ഒരു കണ്ടെത്തലാണ്. അദ്ദേഹം പഠനം നടത്തിയിട്ട് മാനസികമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രധാനമായും 6 മാനസിക ആവശ്യങ്ങളാണ് ഒരു കുട്ടിക്കുള്ളത്. ഒന്ന്, കുട്ടിക്കെന്നല്ല ആർക്കും. ഒന്നാമതായിട്ട് മറ്റുള്ളവരുമായി ഐക്യബോധം അനുഭവപ്പെടുക, അഥവാ മറ്റുള്ളവരെല്ലാം എൻ്റെ സ്വന്തക്കാരാണ്, സ്വന്തം എന്ന ബോധം ഉണ്ടാവുക. മറ്റുള്ളവരോടൊക്കെ ഒരു വിരോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സാഹചര്യം ഉണ്ടാവാതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് ഒരു ഐക്യബോധം ഉണ്ടാവുക എന്നത് ഏതൊരാളുടെയും മാനസികമായ ആവശ്യമാണ്. രണ്ടാമത്തത് സുരക്ഷാബോധം ഉണ്ടാവുക. മൂന്നാമത്തത് മറ്റുള്ളവരിൽ നിന്ന് സ്വതന്ത്രനാവുക. നാലാമത്തത് സാഹസവൃത്തികളിൽ ഏർപ്പെടുകയും പുതിയ അനുഭവങ്ങൾ ആർജിക്കുകയും ചെയ്യുക. അഞ്ചാമത്തത് അറിയുക, രചിക്കുക, സൃഷ്ടിക്കുക. ആറാമത്തത് ആത്മമൂല്യം അഥവാ പേഴ്സണൽ വർത്ത് അനുഭവപ്പെടുക. ഈ 6 ആവശ്യങ്ങളും അബ്രഹാം മാസ്ലോ കണ്ടെത്തിയ മാനസിക ആവശ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അബ്രഹാം മാസ്ലോ കണ്ടെത്തിയ മാനസിക ആവശ്യങ്ങൾ അഥവാ സൈക്കോളജിക്കൽ നീഡ്സ് ഏതെല്ലാം എന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. അബ്രഹാം മാസ്ലോവിൻ്റെ മറ്റൊരു കാര്യം കൂടിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അബ്രഹാം മാസ്ലോ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അബ്രഹാം മാസ്ലോ കണ്ടെത്തിയ മാനസിക ആവശ്യങ്ങളാണ് ഈ 6. ഇനി നമുക്ക് ഈ സൈക്കോളജിക്കൽ നീഡ്സിനെ അഥവാ മാനസികമായ ആവശ്യങ്ങളെ ഓരോന്നായി ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത് വാത്സല്യം. വാത്സല്യം അഥവാ സ്നേഹം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ സ്നേഹം അഥവാ വാത്സല്യം. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമുള്ള മനുഷ്യന്റെ ആർത്തി തൃപ്തമായെങ്കിൽ മാത്രമേ ആരോഗ്യകരമായ വ്യക്തിത്വം വികസിക്കുകയുള്ളൂ. കുടുംബം, സമൂഹം എന്നീ സ്ഥാപനങ്ങളുടെ അടിത്തറകളിൽ ഒന്നാണ് സ്നേഹം. അതിലാണ് നമ്മൾ കുടുംബവും സമൂഹമൊക്കെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഒരു കുട്ടിയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഈ വാത്സല്യവും സ്നേഹവും കൂടിയേ മതിയാകും. അമ്മയുടെ ലാളനയിലൂടെയാണ് കുട്ടിക്ക്, ഒരു ശിശുവിന് ഈ ആവശ്യം തൃപ്തമാകുന്നത്. ആദ്യമായിട്ട് കുട്ടിയിൽ പ്രത്യക്ഷമാകുന്ന ഈ വാത്സല്യം സംബന്ധമായ ആദ്യത്തെ പ്രതികരണമാണ് പുഞ്ചിരി. പിന്നെ കുട്ടിക്ക് ആലിംഗനം, ചുംബനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും കുട്ടി ഏർപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്നേഹവും വാത്സല്യവും ഒന്നും ഒരു കുട്ടിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ആ കുട്ടി അസ്വാസ്ഥ്യവും അസന്തുഷ്ടിയും ഒക്കെ പ്രകടിപ്പിക്കും എന്നത് മാത്രമല്ല, സ്നേഹം കിട്ടുന്ന കുട്ടികളെ അപേക്ഷിച്ച് അത് കിട്ടാത്ത കുട്ടികളുടെ വൈകാരിക വികസനം വളരെ മോശമായിരിക്കും. ഈ വാത്സല്യം നിഷേധിക്കപ്പെടുന്ന കുട്ടികൾ വല്ലാത്ത ഉത്കണ്ഠയാണ് ഉണ്ടാവുക. സ്നേഹത്തിലൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് ഒരു സുരക്ഷാബോധം കൂടിയാണ്. അതായത് എന്നെ സംരക്ഷിക്കാൻ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ട് എന്ന ബോധം, സ്നേഹം അനുഭവിക്കുന്ന ഒരു കുട്ടിക്കുണ്ടാകും. അത് ആ കുട്ടിയുടെ മാനസിക ആരോഗ്യത്തെ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ അത് കിട്ടാതെ പോയാൽ ആ കുട്ടിയുടെ മാനസികമായ ആരോഗ്യവും കൂടി തകരാൻ അത് കാരണമായി തീരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വാത്സല്യം എന്നതിൻ്റെ ഒരു പ്രത്യേകത, അത് ജന്മവാസന കൊണ്ട് മാത്രമല്ല
അത് സംഭവിക്കുന്നത്. ആ വാത്സല്യങ്ങളുടെ പ്രകടനങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നവയാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ വാത്സല്യം പ്രകടിപ്പിക്കുന്നത് എങ്ങനെ എന്നതൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. മനുഷ്യന്റെ സൈക്കോളജിക്കൽ നീഡ്സിൽ രണ്ടാമത്തതാണ് സുരക്ഷാബോധം. ഞാൻ സുരക്ഷിതനാണെന്ന ബോധം ഓരോരുത്തരും ഉണ്ടായിരിക്കണം. അതാണ് സുരക്ഷാബോധം. സുരക്ഷ ഉണ്ടായാൽ മാത്രം പോരാ, അതുണ്ടെന്ന ബോധം വ്യക്തിയിൽ ഉണ്ടായിരിക്കുകയും വേണം. ഞാൻ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും സംരക്ഷിതനാണ്, എന്നെ ചുറ്റുമുള്ള ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളും എന്നെ സഹായിക്കുന്നവരുമാണ് എന്ന തോന്നൽ ഉണ്ടായാൽ മാത്രമേ ഒരു സുരക്ഷാബോധം ഒരാളുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. പണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല സുരക്ഷാബോധം. നമുക്കറിയാം, വാർദ്ധക്യകാലത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ പണം കരുതി വെക്കുന്നവരാണ്, നമ്മളൊക്കെ സമ്പാദ്യശീലമുള്ളവരാണ്. എന്നാൽ സമ്പത്ത് കുറെ കൂട്ടിവെക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് സുരക്ഷാബോധം ഉണ്ടാവണമെന്നില്ല. തന്നെ വാർദ്ധക്യകാലത്ത് നോക്കാൻ കുട്ടികളോ അടുത്ത ബന്ധുക്കളോ ഒന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലക്ഷപ്രഭുവിന് പോലും സുരക്ഷാബോധം ഉണ്ടാവില്ല. തന്നെ ആരും നോക്കാനില്ല എന്ന ചിന്ത അയാളിൽ വല്ലാത്ത ഒരു അരക്ഷിതത്വ ബോധമാണ് ഉണ്ടാക്കുക. കുട്ടികളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം, ഇളയതാകും തോറും കുട്ടികൾ സുരക്ഷാബോധം കൂടുതലായി ആഗ്രഹിക്കുന്നതായി കാണാം. വീട്ടിൽ പലപ്പോഴും കലഹങ്ങൾ നടക്കാം. ഭാര്യയും ഭർത്താവും മാതാപിതാക്കൾ തമ്മിലൊക്കെ കലഹങ്ങൾ നടന്നേക്കാം. അത് കുട്ടികളിൽ അരക്ഷിതത്വ ബോധം ഉണ്ടാക്കുമെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ പഠിക്കാൻ കഴിയാത്ത ഒരു കുട്ടി, പഠന സംബന്ധമായ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാനാവാത്ത ഒരു വിദ്യാർത്ഥിയിലും അരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ വേണ്ടത്ര സുരക്ഷാബോധം ഒരു കുട്ടി അനുഭവിക്കുന്നില്ല എങ്കിൽ, അതുപോലെ ഇതുപോലെ അരക്ഷിതാവസ്ഥയാണ് ഒരു കുട്ടി അനുഭവിക്കുന്നതെങ്കിൽ, കുട്ടിയിൽ നമുക്ക് കാണാം എല്ലാവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്നും കുട്ടി പിൻവലിഞ്ഞു കളയും. എന്നാൽ നല്ല സുരക്ഷാബോധമുള്ള ഒരു കുട്ടിയാണെങ്കിലോ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ആ കുട്ടി മുന്നിട്ടിറങ്ങും, സർഗപരതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ നീഡ്സിൽ മൂന്നാമത്തതാണ് അംഗീകാരം. എല്ലാ കുട്ടികളും ഈ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ബാല്യത്തിലും കൗമാരത്തിലുമുള്ള കുട്ടികളാണ് അംഗീകാരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അഥവാ സെക്കൻഡറി ക്ലാസ്സിലും പ്രൈമറി ക്ലാസ്സിലുമുള്ള കുട്ടികൾ, ആ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അവർ മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദർശന പ്രവണത കാണിക്കുകയും പിന്നെ ഉച്ചത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. ഇത് പലപ്പോഴും അക്രമത്തിനും കലഹത്തിലൊക്കെ കലാശിച്ചേക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അവരെ നമുക്ക് കാണാം, അവരിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ശ്രമിച്ചു തുടങ്ങുകയും ചെയ്യും. സൈക്കോളജിക്കൽ നീഡ്സിൽ നാലാമത്തതാണ് സ്വാതന്ത്ര്യം. കുട്ടികളെ ശ്രദ്ധിച്ചാൽ കാണാം, അവർക്ക് ഈ നിയന്ത്രണങ്ങളെ ഒന്നും അത്ര ഇഷ്ടപ്പെടാറില്ല. അവർക്ക് മറ്റുള്ളവരുടെ ഇടപെടലൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനാണ് ഇഷ്ടം. അത് അവരുടെ ഒരു ആവശ്യമാണ് എന്ന് അധ്യാപകരും മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ, സമിതികൾ ഇതിലൊക്കെ പ്രവർത്തിക്കാനും അതിലൂടെയൊക്കെ അഭിപ്രായ പ്രകടനം നടത്താനും പ്രവർത്തനങ്ങളൊക്കെ സ്വതന്ത്രമായി നിർവഹിക്കാനുമുള്ള അവസരം നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. ഇത് കുട്ടികളുടെ ഈ സ്വാതന്ത്ര്യത്തോടുള്ള താല്പര്യം തൃപ്തിപ്പെടുത്താമെന്ന് മാത്രമല്ല, നിയമങ്ങളും ചിട്ടകളും ഒക്കെ സ്വയം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കാനും ഇതുവഴി സാധിക്കും. നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. സ്വന്തം പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക പരിണിത ഫലമായിട്ട് അവ സ്വയം ഉരുത്തിരിയേണ്ടതാണ്. അപ്പോൾ കുട്ടികൾ ഈ സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തെ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാനസിക ആവശ്യങ്ങളിൽ അഞ്ചാമത്തതാണ് വിജയം. എല്ലാ മനുഷ്യരും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാവരും വിജയം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. വിജയത്തിന്റെ പ്രത്യേകത ഇത് അംഗീകാരവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംഗതിയാണ്. അഥവാ വിജയിയെ എല്ലാവരും അംഗീകരിക്കുന്നു, അയാളെ അനുമോദിക്കുന്നു. അപ്പൊ വിജയം അംഗീകാരവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു കാര്യമാണ്. വിജയത്തിന്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരു വിജയം കൂടി നേടാൻ അയാൾക്ക് വല്ലാത്ത താല്പര്യവും പ്രേരണയും അതുവഴി ഉണ്ടാകും. വിജയം പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു മനഃശാസ്ത്ര തത്വം തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നത്
അബ്രഹാം മാസ്ലോ എന്ന മനഃശാസ്ത്രജ്ഞൻ തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നതാണ്. ഹൈറാർക്കി ഓഫ് നീഡ്സ് അബ്രഹാം മാസ്ലോ എന്ന മനഃശാസ്ത്രജ്ഞനാണ് അത് തയ്യാറാക്കിയത്. അദ്ദേഹം ആ ഹൈറാർക്കിയിൽ 5 കൂട്ടം ആവശ്യങ്ങളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് കായിക ആവശ്യങ്ങളാണ് മനുഷ്യൻ ആദ്യം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുക എന്നാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കും. അപ്പോൾ ഒരിക്കൽ ഒരു തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ മനുഷ്യന് വലിയ താല്പര്യമൊന്നുമില്ല. അടുത്ത തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ് പിന്നെ മനുഷ്യൻ ശ്രമിക്കുക. ഏതായാലും അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമുക്ക് നേരിൽ കാണാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇതാണ് അബ്രഹാം മാസ്ലോവിന്റെ നീഡ് ഹൈറാർക്കി അല്ലെങ്കിൽ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഒരു ഹൈറാർക്കി രൂപത്തിൽ അദ്ദേഹം ക്രമീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും അടിയിലാണ് ശാരീരികമായ ആവശ്യങ്ങൾ. അതിന് മുകളിൽ സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അതിന്റെ മുകളിൽ സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആവശ്യങ്ങൾ. അതിനു മുകളിൽ അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ഏറ്റവും മുകളിലാണ് ആത്മയാഥാർത്ഥ്യവൽക്കരണം. ഇവിടെ ഈ താഴ്ന്ന തലത്തിലുള്ള ആവശ്യം പൂർത്തീകരിക്കാതെ ഉയർന്ന തലത്തിലുള്ള ആവശ്യം പുറത്തു വരില്ല. അഥവാ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാലാണ് ഒരു മനുഷ്യൻ സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടാവുക. കായിക ആവശ്യങ്ങൾ തൃപ്തിയായി കഴിഞ്ഞാൽ സ്വരക്ഷയ്ക്കായുള്ള ആവശ്യങ്ങൾ ജനിക്കുന്നു. അവയും തൃപ്തമായി കഴിഞ്ഞാൽ സ്നേഹം, സ്വന്തമെന്ന ബോധം എന്നിവ ശക്തമാകുന്നു. അതിനുശേഷമാണ് ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യം. അതിനും ശേഷമാണ് ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്ന് പറയുന്ന ആവശ്യം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഈ ആത്മയാഥാർത്ഥ്യവൽക്കരണമാണ് മനുഷ്യന്റെ ആവശ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ആവശ്യം എന്നാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. അബ്രഹാം മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യമാണ് in Maslow's need hierarchy, which is the highest need that does a person aspire. അപ്പോൾ ആവശ്യ ശ്രേണി അഥവാ നീഡ് ഹൈറാർക്കിയാണ് നമ്മൾ നേരത്തെ കണ്ടത് അബ്രഹാം മാസ്ലോയുടെ. അതിലെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യം ഏതാണ്? മലയാള ഭാഗം നമ്മൾ വായിച്ചു നോക്കാം. സുരക്ഷാപരമായ ആവശ്യം, ശാരീരികമായ ആവശ്യം, സ്വത്വ സാക്ഷാത്കാരം, ബഹുമതി ആവശ്യം. ഇതിൽ ഏറ്റവും ആ ഹൈറാർക്കിയുടെ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ഏത് വാക്കാണ്? ഏറ്റവും മുകളിലുള്ള വാക്ക് ഏതാണ്? അത് ഇവിടെ നമ്മൾ കാണുന്നില്ല. ശാരീരികമായ ആവശ്യം ബി, അതാണ് ഏറ്റവും താഴെ നമുക്കറിയാം. സുരക്ഷാപരമായ ആവശ്യം അതിലുണ്ട്, ബഹുമതി ആവശ്യം. പക്ഷെ സ്വത്വ സാക്ഷാത്കാരം എന്ന് അതിൽ എഴുതിയിട്ടില്ല ആ ഹൈറാർക്കിയിൽ. അപ്പൊ അത് അവിടെ മറ്റൊരു വാക്കാണല്ലോ നമ്മൾ കാണുന്നത്. ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ സ്വത്വ സാക്ഷാത്കാരം എന്ന് എഴുതിയിരിക്കുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ആ വാക്കല്ലാതെ അതേ അർത്ഥത്തിൽ തന്നെ ആണെങ്കിലും മറ്റൊരു വാക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ആ കൺഫ്യൂഷൻ പരീക്ഷയിൽ ഒഴിവാക്കാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് നമ്മൾ പഠിക്കുക എന്നതാണ്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പദം. ആ സ്വത്വ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ്. അപ്പൊ ആ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന വേർഡ് പഠിച്ചു വെക്കുക. പരീക്ഷയിലെ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പദങ്ങളുടെ ഇംഗ്ലീഷ് കൂടി പഠിക്കാം. ഇവിടെ ഇംഗ്ലീഷും മലയാളവും കൂടിയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും താഴെ ശാരീരിക ആവശ്യങ്ങൾ, അതിനെ മറുഭാഗത്ത് നൽകിയിരിക്കുന്നത് ഫിസിയോളജിക്കൽ എന്നാണ്. രണ്ടാമത്തെ നീഡ് സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സേഫ്റ്റി നീഡ്സ്. മൂന്നാമത്തത് സ്നേഹം, സ്വന്തമെന്ന ബോധം എന്നീ ആവശ്യങ്ങൾ, ലവ്, ബിലോങ്ങിങ്നെസ്, അതാണ് മൂന്നാമത്തത്. നാലാമത്തത് അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, എസ്റ്റീം. ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്നതിന്റെ ഇംഗ്ലീഷ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഇംഗ്ലീഷ് കൂടി, ഈ പദങ്ങളുടെ ഇംഗ്ലീഷ് കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം പരീക്ഷയിൽ ഒരുപക്ഷെ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധം മറ്റൊരു മലയാള വാക്ക് വന്നാൽ
നമ്മൾ പ്രയാസപ്പെടേണ്ടി വന്നേക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവയുടെ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി നമ്മൾ മനഃപ്പാഠമാക്കുക. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്, അബ്രഹാം മാസ്ലോവിന്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? കുറെ ആവശ്യങ്ങൾ നൽകിയിരിക്കുന്നു. അവയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? ഈ 4 ആവശ്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. ഒന്നാമത്തെ ഫിസിയോളജിക്കലായ അഥവാ ശാരീരികമായ ആവശ്യങ്ങൾ ഇതിലുണ്ടോ? സുരക്ഷിതത്വം ശാരീരികമല്ല. സൗഹൃദ ബന്ധം, ആത്മസാക്ഷാത്കാരം, കൂട്ടത്തിൽ ഉൾപ്പെടൽ. അപ്പൊ ശാരീരിക ആവശ്യങ്ങൾ ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് ഒന്നാമത്തെ സുരക്ഷിതത്വമാണ് അഥവാ സെക്യൂരിറ്റി. അത് തന്നെയാണല്ലോ സേഫ്റ്റി എന്ന വാക്കും അർത്ഥമാക്കുന്നത്. അപ്പോൾ അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി സംബന്ധമായ ആവശ്യങ്ങൾ അഥവാ സുരക്ഷ സംബന്ധമായ ആവശ്യങ്ങളാണ്. അതിന് മേലെ സൗഹൃദ ബന്ധം, ആത്മസാക്ഷാത്കാരമാണ് ഏറ്റവും മുകളിൽ. കൂട്ടത്തിൽ ഉൾപ്പെടൽ എന്നത് ബിലോങ്ങിങ്നെസ്, അതും സേഫ്റ്റിയുടെ മുകളിലുള്ള ആവശ്യമാണ്. ആ ഹൈറാർക്കി നമ്മൾ പരിശോധിക്കുമ്പോൾ സൗഹൃദ ബന്ധവും അങ്ങനെ തന്നെയാണ്. അപ്പോ എ എന്നതാണ് ശരിയായ ഉത്തരം, സുരക്ഷിതത്വം. ഈ പറയുന്ന കൂട്ടത്തിൽ അബ്രഹാം മാസ്ലോവിന്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം സുരക്ഷിതത്വമാണ്. എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് നീഡ്സ് ഇൻ മാസ്ലോസ് ഹൈറാർക്കി? മാസ്ലോയുടെ ഹൈറാർക്കി നമ്മൾ കണ്ടു, ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ നീഡ്സ് ഹൈറാർക്കി. അതിൻ്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് എന്ന് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങൾ, സുരക്ഷ, സ്നേഹവും സ്വന്തമെന്ന തോന്നലും, ബഹുമതി, സ്വത്വ സാക്ഷാത്കാരം. ഇതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മുമ്പ് കേട്ട പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്രമം നമ്മൾ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കിയിരിക്കണം എന്നാണ് ഈ ചോദ്യം വഴി നമുക്ക് മനസ്സിലാവുന്നത്. കുട്ടികളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ഇനി കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് വിലയിരുത്താം. കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന വ്യവഹാര പ്രശ്നങ്ങൾ, അതായത് കുട്ടികൾക്കിടയിൽ അങ്ങനെ പെരുമാറ്റത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. മോഷണം, കളവ് പറയൽ, അശ്രദ്ധ, ലജ്ജ, അതൊക്കെ വ്യവഹാര പ്രശ്നങ്ങളാണ്. ബിഹേവിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പൊ എന്താണ് ഒരു വ്യവഹാര പ്രശ്നം എന്നതിന് നമ്മളൊരു ഡെഫിനിഷൻ പറയുമ്പോൾ, ശിശു ജീവിക്കുന്ന സമൂഹത്തിന്റെ പ്രതീക്ഷക്ക് അനുസരണമല്ലാത്തതും തന്റെയും തന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ക്ഷേമത്തെ ഒരേ സമയം ബാധിക്കുന്നതുമായ വ്യതിരിക്ത വ്യവഹാരത്തെയാണ് വ്യവഹാര പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹം ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷക്കനുസരിച്ചല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ, അതേപോലെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ക്ഷേമത്തിന് ഉതകാത്ത കാര്യങ്ങളാണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് വ്യവഹാര പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ആളുകൾ പെരുമാറുകയാണെങ്കിൽ അവര് സമൂഹവുമായിട്ട് ഒത്തുപോകാൻ അവർക്ക് കഴിയില്ല. അപ്പൊ സമൂഹം അവരെ അവഗണിക്കും. അതുമൂലം ആ സമൂഹം അവരെ അവഗണിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പിരിമുറുക്കങ്ങളും മാനസിക സംഘട്ടനങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ മോഷണം, കളവ് പറയൽ, അശ്രദ്ധ, ലജ്ജ, ഇതൊക്കെ ഇത്തരം വ്യവഹാര പ്രശ്നങ്ങളാണ്. ഈ വിദ്യാർത്ഥികളുടെ ഇത്തരം വ്യവഹാര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു അധ്യാപകന് നന്നായിട്ട് കഴിയും. അപ്പൊ കുട്ടികളുടെ വ്യവഹാര പ്രശ്നങ്ങളിൽ ഒന്നാമത്തതാണ് മോഷണം. ചില കുട്ടികൾ പണം, പുസ്തകം, പേന തുടങ്ങിയവയൊക്കെ മോഷ്ടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനൊക്കെ ചില കാരണങ്ങൾ നമ്മൾ തേടി പോകുമ്പോൾ വീട്ടിലെ പ്രതികൂല സാഹചര്യങ്ങൾ, അരക്ഷിതത്വ ബോധം, സാഹസബോധം, ലൈംഗിക പ്രശ്നങ്ങൾ, അസന്തുഷ്ടി, കർശനമായ അച്ചടക്കം പഠിപ്പിക്കൽ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ കാരണമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാരണങ്ങൾ കണ്ടെത്തി അതിനെ പരിഹരിക്കുകയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഈ കുട്ടികളെ സ്നേഹിക്കുവാനും
അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാനും ഒക്കെ നമ്മൾ മാതാപിതാക്കളെ ഉപദേശിക്കണം. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് വലിയ സാഹസം ചെയ്യുക എന്ന ഭാവത്തോടെയാണ് ഈ കുട്ടികൾ ഇത് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് ഈ സാഹസത്തിന്റെ സുഖം അനുഭവിക്കാൻ സഹായിക്കുമാറ് അവർ ഈ മത്സര കളികളിലും മറ്റും ആ കുട്ടികളെ നമ്മൾ പങ്കെടുപ്പിക്കണം. അതോടൊപ്പം ഈ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്ത് ലൈംഗികതയോടുള്ള നിഷേധാത്മകമായ മനോഭാവം ഇല്ലാതാക്കണം. ലൈംഗിക വാസനയെ അടിച്ചമർത്താതെ അതിനെ നല്ല വഴിക്ക് പ്രസരിപ്പിക്കുകയാണ് വേണ്ടത്. കുട്ടികളെ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ മനഃശാസ്ത്രപരമായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഈ മോഷണം എന്ന സ്വഭാവത്തിൽ നിന്ന് കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രശ്നമാണ് അസത്യ ഭാഷണം അഥവാ കളവ് പറയാം. കളവാണ് എന്നറിയാവുന്ന ഒരു കാര്യം കുട്ടി മനഃപൂർവ്വം പറയുന്നതിനെയാണ് കളവ് പറയുക അല്ലെങ്കിൽ അസത്യ ഭാഷണം എന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് കളവ് പറയാം, അതാണ് അസത്യ ഭാഷണം. കുട്ടി കളവ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പല ലക്ഷ്യത്തോടെ കുട്ടി കളവ് പറയും. ഒന്നുകിൽ എതിരാളികളുടെ മേൽ ആധിപത്യം പുലർത്താൻ, അല്ലെങ്കിൽ വെറും ഒരു രസത്തിന്, അല്ലെങ്കിലോ തൻ്റെ മിഥ്യാഭിമാനത്തെ തൃപ്തമാക്കാൻ, അല്ലെങ്കിൽ സ്വന്തം വീഴ്ച മറക്കാൻ. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കുട്ടി കളവ് പറയുന്നത്. ഈ കുട്ടികളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപക്ഷെ ഇവര് വല്ലാത്ത ഭാവനയുള്ള കുട്ടികളായിരിക്കും. അതുകൊണ്ടാണ് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നതുപോലെ പറയാൻ ആ കുട്ടികൾക്ക് കഴിയുന്നത് വല്ലാത്ത ഭാവനയുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ തെറ്റായ ലൈംഗിക ശീലങ്ങൾ മറക്കാനുള്ള വ്യഗ്രതയായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇവർ വല്ലാതെ വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകളുമായിരിക്കാം. അപ്പൊ ഇതൊക്കെ കണ്ടെത്തിയിട്ട് പരിഹരിക്കുവാൻ ഒരു അധ്യാപകന് ബാധ്യതയുണ്ട്. ഒന്നാമതായി ചെയ്യേണ്ടത്, കുട്ടിക്ക് കളവ് പറയാൻ കുട്ടിയെ നിർബന്ധിതമാക്കുന്ന സാഹചര്യങ്ങൾ അധ്യാപകർ സൃഷ്ടിക്കരുത്. കളവ് പറയാൻ കുട്ടി നിർബന്ധിതമാകുന്ന സാഹചര്യം അധ്യാപകനായിട്ട് സൃഷ്ടിക്കാൻ പാടില്ല. ഒന്നത്. രണ്ടാമത്തത്, വല്ലാത്ത ഭാവനയുള്ള കുട്ടികളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ ആ കുട്ടികൾക്ക് കവിതകൾ എഴുതാനും അതുപോലെ കഥകൾ എഴുതാനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാം. ലൈംഗികതയെക്കുറിച്ചൊക്കെയുള്ള തെറ്റായ ധാരണകളൊക്കെ കുട്ടികൾക്ക് തിരുത്തി കൊടുക്കാം. അങ്ങനെ ഈ അസത്യ ഭാഷണത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിച്ചെടുക്കാം. കുട്ടികൾ കളവ് പറയുന്ന ശീലത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരു വ്യവഹാര പ്രശ്നമാണ് അശ്രദ്ധ. പഠിക്കണമെങ്കിൽ ശ്രദ്ധ അത്യാവശ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ചില കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, ശാരീരികമായിട്ട് കുട്ടിക്ക് നല്ല സുഖമില്ല എങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് നല്ല സുഖമില്ല എങ്കിൽ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ശ്രദ്ധിക്കാൻ അത്യാവശ്യമാണ്. രണ്ടാമത്, അത് മാത്രമല്ല, കുട്ടിയുടെ പ്രശ്നം മാത്രമല്ല, വേറെയും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പൊ പാഠ്യപദ്ധതി അത്ര നല്ലതല്ല, മോശമായ പാഠ്യപദ്ധതി, അതേപോലെ പഠിപ്പിക്കുന്ന രീതി അത്ര രസകരമായ രീതിയിലല്ല എങ്കിൽ, അതേപോലെ ക്ലാസ് റൂമിൽ തന്നെ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സാഹചര്യങ്ങളാണ് ക്ലാസ് റൂമിൽ ഉള്ളതെങ്കിൽ, കുട്ടിയുടെ ശ്രദ്ധ മറ്റു പലയിടത്തേക്കും തെറ്റിപ്പോകുന്ന വിധത്തിലുള്ള പലതും ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടെങ്കിൽ കുട്ടി ശ്രദ്ധിക്കില്ല, കുട്ടി പഠനത്തിൽ ശ്രദ്ധിക്കില്ല, കുട്ടി അശ്രദ്ധനായിരിക്കും. അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നാമതായിട്ട്, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിയുടെ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കണം. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കുട്ടി പഠിക്കും. രണ്ടാമതായിട്ട്, ദൃശ്യ ശ്രാവ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം. TV ഉപയോഗിക്കാം, LCD ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ താല്പര്യമുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രവർത്തിച്ചു പഠിക്കാനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. പിന്നെ വിശ്രമത്തിനും വിശ്രമ സമയങ്ങളിൽ വിനോദത്തിനുമൊക്കെയുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണം. പിന്നെ ക്ലാസ് റൂമിൽ കുട്ടികളുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കം ചെയ്യണം. അപ്പൊ അങ്ങനെ പഠനത്തിന് പറ്റിയ ഒരു സാഹചര്യം, അന്തരീക്ഷം അധ്യാപകൻ തന്നെ ക്ലാസ് റൂമിൽ സൃഷ്ടിച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെ അശ്രദ്ധ എന്ന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. മറ്റൊരു വ്യവഹാര പ്രശ്നമാണ് ലജ്ജ. ലജ്ജാലുവായ ഒരു കുട്ടിയെ നമ്മൾ പരിശോധിച്ചാൽ ആ കുട്ടി മറ്റു കുട്ടികളുമായിട്ടൊന്നും അധികം ഇടപഴകാതെ ഒരു സ്വന്തം ലോകത്തേക്ക് ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റുള്ളവരുമായിട്ട് അധികം ഇടപഴകാതെ സ്വന്തമായ ഒരു ലോകത്തേക്ക് പിൻവാങ്ങുന്ന പ്രവണത ഈ കുട്ടികളിൽ കാണാൻ സാധിക്കും. അതിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ
ഒരുപക്ഷെ തുടർച്ചയായ പരാജയം, ആത്മവിശ്വാസമില്ലായ്മ, അരക്ഷിതത്വ ബോധം, സ്വന്തം കഴിവില്ലായ്മയെക്കുറിച്ചുള്ള ഭയം, ഇതൊക്കെ ആകാം ഒരുപക്ഷെ കുട്ടിയുടെ ഈ ലജ്ജക്ക് കാരണം. അപ്പൊ ഇതിനെ പരിഹരിക്കാൻ അധ്യാപകന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് ഈ കുട്ടി സുരക്ഷിതനാണ്, ഈ കുട്ടി നല്ല കഴിവുറ്റ കുട്ടിയാണ്, ആ നല്ല ആത്മവിശ്വാസമുള്ളവരാണ് എന്നൊക്കെ ആ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ അധ്യാപകന് സാധിക്കണം. ആ ബോധം ആ കുട്ടിയിൽ അധ്യാപകൻ ഉണ്ടാക്കിയെടുക്കണം. കുട്ടി സുരക്ഷിതനാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല ആത്മവിശ്വാസമുള്ളവനാണ് എന്നൊക്കെ അവൻ്റെ ഉള്ളിൽ ആ ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ അധ്യാപകൻ ശ്രമിക്കണം. കുട്ടിയുടെ വീട്ടിൽ ഏത് അന്തരീക്ഷമാണോ ഉള്ളത് അതേ അന്തരീക്ഷം തന്നെ ക്ലാസ്സിലും കുട്ടിക്ക് അനുഭവപ്പെടണം. അതിന് അധ്യാപകൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഈ കുട്ടിയെ മറ്റു കുട്ടികളുടെ കൂടെ പല പ്രവർത്തനങ്ങളിലും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കെടുപ്പിക്കുവാനും പ്രത്യേകം അധ്യാപകൻ ശ്രമിക്കണം. അല്ലാതെ കുട്ടി ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ഈ ലജ്ജ എന്നെന്നും ആ കുട്ടിയിൽ തന്നെ നിലനിൽക്കും. അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സംഘപ്രവർത്തനങ്ങളിലും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലുമൊക്കെ ഈ കുട്ടിയെ സജീവമായിട്ട് പങ്കെടുപ്പിക്കണം. അങ്ങനെ ഈ ലജ്ജ എന്ന വ്യവഹാര പ്രശ്നം പരിഹരിക്കാൻ അധ്യാപകന് സാധിക്കും.